ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോക്കൽ അനസ്തറ്റിക് ഏജൻറ്റ്സ്. ലോക്കൽ അനസ്തറ്റിക്സ് ആർ ഡ്രഗ്സ് വിച്ച് upon topical application or local injection cause reversible loss of sensory perception, especially pain in a restricted area of the body. അതായത് ലോക്കൽ അനസ്തറ്റിക്സ് ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോക്കലായിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ റിവേഴ്സിബിളി നമ്മളെല്ലാ സെൻസറി പെർസെപ്ഷൻസും ലോസ് ചെയ്യും. അതായത് എസ്പെഷ്യലി പെയിന് ലോസ് ചെയ്യും. എവിടെയാണോ അപ്ലൈ ചെയ്ത ആ സ്പെസിഫിക് ഏരിയയിൽ പെയിന് ലോസ് ആക്കുന്ന ഏജൻസാണ് ലോക്കൽ അനസ്തറ്റിക്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലോക്കൽ അനസ്തറ്റിക്സ് നോക്കാം. ഫസ്റ്റ് ഇഞ്ചക്റ്റബിൾ അനസ്തറ്റിക് ഉണ്ട്, സർഫസ് അനസ്തറ്റിക് ഉണ്ട്. ഇഞ്ചക്റ്റബിൾ അനസ്തറ്റിക്കിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഫസ്റ്റ് വൺ ലോ പൊട്ടൻസി ഷോർട്ട് ഡ്യൂറേഷൻ. അതിന് എക്സാമ്പിൾ പ്രൊക്കെയിന്, ക്ലോറോപ്രൊക്കെയിൻ. പിന്നെ ഇൻ്റർമീഡിയറ്റ് പൊട്ടൻസി ആൻഡ് ഡ്യൂറേഷന് അതിന് എക്സാമ്പിൾ ലിഡോക്കെയിൻ, ലിഗ്നോക്കെയിൻ ആൻഡ് പ്രിലോക്കെയിൻ. ഹൈ പൊട്ടൻസി ലോങ് ഡ്യൂറേഷന് അതിൽ വരുന്ന ഡ്രഗാണ് ടെട്രാക്കെയിൻ, ബൂപ്പിവക്കെയിൻ, റോപ്പിവക്കെയിൻ, ഡിബൂക്കെയിൻ. നെക്സ്റ്റ് സർഫസ് അനസ്തറ്റിക്. അതിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സൊലുബിൾ ആൻഡ് ഇൻസൊലുബിൾ. സൊലുബിളിന് എക്സാമ്പിളാണ് കൊക്കെയിൻ, ലിഡോക്കെയിൻ, ടെട്രാക്കെയിൻ, ബെനോക്സിനേറ്റ്. ഇൻസൊലുബിളിന് എക്സാമ്പിളാണ് ബെൻസോക്കെയിൻ, ബ്യൂട്ടൈൽ അമിനോ ബെൻസോയേറ്റ്. ഇതാണ് ലോക്കൽ അനസ്തറ്റിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ലോക്കൽ അനസ്തറ്റിക്. ലോക്കൽ അനസ്തറ്റിക്സ് എങ്ങനെ റിവേഴ്സിബിളി സെൻസറി പെർസെപ്ഷനിൽ ലോസ് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ ലോക്കൽ അനസ്തറ്റിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സെൽ മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്യുകയും വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം അയൺ ചാനലിനെ ബൈൻഡ് ചെയ്യുകയും ചെയ്യും. സോഡിയം അയൺ ചാനലിൽ ബൈൻഡ് ചെയ്യുമ്പോൾ സോഡിയം അയണിൻ്റെ എൻട്രി, സെല്ലിലേക്കുള്ള എൻട്രി എന്താവും, ബ്ലോക്ക് ആവും. അപ്പോൾ ത്രെഷോൾഡ് റേസ് ആവും. പിന്നെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യില്ല, നോ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോഴാണ് ഈ അനസ്തറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ലോക്കൽ അനസ്തറ്റിക്സ്. സിസ്റ്റമിക് ആക്ഷൻ ഉണ്ട്, ലോക്കൽ ആക്ഷൻ ഉണ്ട്. ഫസ്റ്റ് സിസ്റ്റമിക് ആക്ഷൻ നോക്കാം. നമ്മളെ പ്ലാസ്മ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് ലോക്കൽ അനസ്തറ്റിക്സ് സിസ്റ്റമിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോക്കൽ അനസ്തറ്റിക്സ് നമ്മളെ ബോഡിയിലുള്ള എല്ലാ ഓർഗാൻ്റെ ഫങ്ഷനിലും ഇൻ്റർഫിയർ ചെയ്യും. അതായത് CNS ഓട്ടോണോമിക് ഗാംഗ്ലിയ, ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ, എല്ലാ മസിൽസ് വരെ എഫക്റ്റ് ചെയ്യും. CNSലാണെങ്കിൽ ലോക്കൽ അനസ്തറ്റിക്സ് എന്ത് ചെയ്യും, CNS ഡിപ്രഷൻ ഉണ്ടാക്കും, പിന്നെ ഡെത്ത് ഉണ്ടാക്കുന്നുണ്ട്. അത് റെസ്പിറേറ്ററി ഫെയിലിയർ കാരണമാണ് ഡെത്ത് ഉണ്ടാകുന്നത്. ഇനി കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിനാണെങ്കിൽ പ്രൈമറി സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് മയോകാർഡിയമാണ്. അപ്പോൾ ലോക്കൽ അനസ്തറ്റിക്സ് ഹാർട്ടിൽ ഡിപ്രസൻ്റ് എഫക്റ്റ് കാട്ടിക്കുന്നുണ്ട്. പിന്നെ എക്സൈറ്റബിലിറ്റി കുറക്കും, കണ്ടക്ഷൻ റേറ്റ് കുറക്കും, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ എല്ലാം ഡിക്രീസ് ചെയ്യും CVSൽ. നെക്സ്റ്റ് ബ്ലഡ് വെസലിലാണെങ്കിൽ ഹൈപ്പോ ടെൻഷൻ കോസ് ചെയ്യും. പിന്നെ ഓൾസോ കോസ് ആർട്ടീരിയോലാർ ഡൈലേഷൻ, അത് വാസോ ഡൈലേഷൻ ഉണ്ടാക്കും. പിന്നെ സ്മൂത്ത് മസിലാണെങ്കിൽ ലോക്കൽ അനസ്തറ്റിക്സ് എന്ത് ചെയ്യും, കൺട്രാക്ഷൻ ഇൻ ബവൽ ഡിപ്രസ് ചെയ്യും. പിന്നെ ഉണ്ടാക്കുന്നത് റിലാക്സേഷൻ ഓഫ് വാസ്കുലാർ ആൻഡ് ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽ. ഇത്രയാണ് സിസ്റ്റമിക് എഫക്റ്റ്. ഇനി നെക്സ്റ്റ് ലോക്കൽ ആക്ഷൻസ് നോക്കാം. ലോക്കലി അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ കോസ് റിവേഴ്സിബിൾ ലോസ് ഓഫ് ഓൾ സെൻസേഷൻ. ലോക്കൽ അനസ്തറ്റിക്സ് എന്ത് ചെയ്യും, സെൻസറി നെർവ് എൻഡിങ്, നെർവ് ട്രങ്ക്, ഗാംഗ്ലിയോണിക് സിനാപ്സസ്, റിസപ്റ്ററിനെല്ലാം ബ്ലോക്ക് ചെയ്യും. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള അസറ്റൈൽ കൊളൈൻ്റെ റിലീസ് കുറക്കും. They also block the fibers responsible for pain, temperature, touch and pressure. അങ്ങനെയാണ് സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ ഓരോ എഫക്റ്റ് തരുന്ന ഫൈബേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പെയിന്, ടെമ്പറേച്ചർ, ടച്ച്, പ്രഷറൊന്നും ലോക്കൽ അനസ്തറ്റിക്സ് അപ്ലൈ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്തെങ്കിൽ ഇല്ലാത്തത്. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് നടക്കുന്നില്ല, ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഫാർമക്കോളജിക്കൽ ആക്ഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഫാർമക്കോകൈനറ്റിക്സ്. സർഫസ് അനസ്തറ്റിക്സ് ആണെങ്കിൽ വെൽ അബ്സോർബ്ഡ് ഫ്രം ബ്രോക്കൺ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് പുവർലി അബ്സോർബ്ഡ് ഫ്രം അൺബ്രോക്കൺ സ്കിൻ. ലിപ്പോഫിലിക് ഇൻ നേച്ചർ ആയതുകൊണ്ട് ദേ ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബോഡി. പിന്നെ ബ്രെയിനിനെ, ഹാർട്ടിനെ, ലിവർ, കിഡ്നി ആൻഡ് മസിൽസിനെ പെനട്രേറ്റ് ചെയ്യും. മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറാണ്, എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. നെക്സ്റ്റ് ADR, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, ഡിസിനസ്, സെഡേഷൻ, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, mental confusion, anxiety, muscle tremors, convulsion, respiratory failure, hypotension, bradycardia, cardiac arrhythmia, disorientation,
മയോകാർഡിയൽ ഡിപ്രഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ADR. ഇത്രയൊക്കെയാണ് ലോക്കൽ അനസ്തറ്റിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ക്ലാസിഫിക്കേഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ, ഫാർമക്കോളജിക്കൽ ആക്ഷൻ, ഫാർമക്കോകൈനറ്റിക്സ് ആൻഡ് ADR. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ആൻഡ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ.